നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായി യൂദയുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം ധ്യാനിക്കാം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അതായത് യൂദ ഈ 25 വാക്യങ്ങളുള്ള അധ്യായം എഴുതുന്നതിന്റെ ഇന്റൻഷൻ അഥവാ ഉദ്ദേശത്തെയാണ് ഈ വാക്യം കുറിക്കുന്നത്. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നതിലുപരി നിങ്ങൾക്കൊരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അതിനായി പോരാടുന്നതിനെക്കുറിച്ച് പ്രബോധിപ്പിക്കുന്നതാണ് കുറച്ചുകൂടെ പ്രധാനമെന്ന് എനിക്ക് തോന്നിയെന്ന് യൂദ പറയുന്നു. 4-ാം വാക്യത്തിൽ അതിന്റെ കാരണവും കുറിച്ചിരിക്കുന്നു. ദൈവകൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് കാരണമാക്കി ചില അഭക്തർ നുഴഞ്ഞു കയറുന്നു എന്ന്. ദൈവം നമ്മോട് കൃപ കാണിക്കുന്നു. ഇതാ കൃപായുഗം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ജീവിച്ചാലും എന്ത് ചെയ്താലും ദൈവം ക്ഷമിച്ചുകൊള്ളുമെന്നും കൃപയും കരുണയും കാണിക്കുമെന്നും പഠിപ്പിക്കപ്പെടുന്നു. ഈ വലിയ ദുരന്തത്തിന് നാം വഴിപെട്ടു പോകരുത്. ദൈവം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി നാം ദിനവും പോരാടണം എന്ന യൂദ വ്യക്തമാക്കുന്നു. വിശ്വാസ ജീവിതം തന്നെ ഒരു യുദ്ധഭൂമിയാണ്. അവിടെ പലതരം ശത്രുക്കളുണ്ടാവും. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലെയുള്ള ശത്രുക്കളുണ്ടാവും. നേരിട്ട് യുദ്ധം ചെയ്യുന്ന ശത്രുക്കളും ഉണ്ടാകും. അവരെയെല്ലാം തിരിച്ചറിയുവാനും നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നും അണുവിട പതറാതെ ജീവിക്കുവാനും നാം ശ്രമിക്കണം. ഇക്കൂട്ടരുടെ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നുവെന്ന് 4-ാം വാക്യത്തിലും പറയുന്നു. 5-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അതെ, 40 വർഷമെടുത്ത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേല്യരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു. പക്ഷെ വിശ്വസിക്കാത്തവരെ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാർക്കും ദുർനടപ്പാചരിച്ച് നടന്നു പോന്ന സൊദോം ഗോമറയ്ക്കും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങൾക്കും നിത്യാഗ്നിയും ശിക്ഷാവിധിയും ലഭിച്ചു. കാരണം അവരുടെ വിശ്വാസത്തിനു വേണ്ടി അവർ പോരാടിയില്ല. ലോകമോഹങ്ങൾക്ക് അവർ വഴുതി വീണു. 19-ാം വാക്യത്തിൽ പറയുന്നു, ഇക്കൂട്ടർ ആത്മാവില്ലാത്തവർ എന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത, നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ കഴിയാതെ പോയവരാണിവർ. എങ്ങനെ അതിവിശുദ്ധ വിശ്വാസത്തിനായി പോരാടണമെന്ന് 20-ാം വാക്യത്തിൽ യൂദ സ്പഷ്ടമായി പറയുന്നു. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, ദൈവസ്നേഹത്തിൽ ജീവിക്കണം, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്ന് ജീവിക്കണം. സംശയിച്ചു നിൽക്കുന്നവരോട് കരുണ കാണിക്കുക. തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കുന്നവരാകുക. ഇങ്ങനെ നിങ്ങൾ വിശ്വാസത്തിനു വേണ്ടി പോരാടുമ്പോൾ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിപ്പാൻ അവസാന ദിവസത്തിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ നിങ്ങളെ നിർത്തുവാൻ അവൻ ശക്തനാണ്. കാരണം സർവകാലത്തിനു മുൻപും പിൻപും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവുമുള്ള ഏകദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.